ഈ കേരളത്തിലെ 99% ആളുകളും പൊതുസമൂഹവും ഈ സമരത്തോടൊപ്പമാണ്. നികുതി കൊടുക്കുന്ന ജനങ്ങൾ പറയുന്നു, ഞങ്ങൾ നൽകിയ നികുതിയിൽ നിന്നും ഇവിടെ അടിസ്ഥാന ജനവിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ, തൊഴിലെടുക്കുന്ന ആളുകൾക്ക് അവർക്ക് കൂലി വർദ്ധിപ്പിച്ചു കൊടുക്കണം. 233 രൂപയിൽ നിന്ന് അവർക്ക് വർധന ഉണ്ടായേ പറ്റുള്ളൂ. അത് നികുതി കൊടുക്കുന്ന ആളുകൾ പ്രഖ്യാപിക്കുകയാണ്. ഇനി ആരാണ് പറയേണ്ടത്? ഈ ഗവൺമെൻറ് എന്ന് പറയുന്നത് നികുതിയുടെ ഒരു കാവൽക്കാരൻ മാത്രമാണ്. നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം നിർവഹിക്കാൻ അവരെ നമ്മൾ ചുമതലപ്പെടുത്തിയിരിക്കുന്നതാണ്. അവരത് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആർക്കാണ് പിടിവാശി? പണിയെടുക്കുന്ന ആളുകൾ കൂലി ചോദിച്ചാൽ കൂലി കൊടുക്കാതിരുന്നിട്ട് മാടമ്പിത്തരം കാണിക്കുന്നതാണോ നമ്മൾ ജനാധിപത്യം എന്ന് പറയുന്നത്? ഒരിക്കലുമല്ല. അതുകൊണ്ട് ഇതൊരു പിടിവാശിയുടെ വിഷയമല്ല. ഇതിന് എത്ര ദിവസം പോകേണ്ടി വന്നാലും ഈ സ്ത്രീ തൊഴിലാളികൾ അവകാശങ്ങൾ നേടിക്കൊണ്ടേ പോകുള്ളൂ. ഇവിടെ രക്തരൂക്ഷിതമായ കലാപങ്ങൾ നടത്തിയാണ് സ്ത്രീകളെന്ന് പൊതുവേദിയിൽ വന്ന് സംസാരിക്കാനും വിദ്യാഭ്യാസം ചെയ്യാനും തൊഴിലെടുക്കാനും പറ്റിയ അവകാശങ്ങൾ നേടിയെടുത്തത്. അപ്പോൾ അതുകൊണ്ട് ഒരു കൂലിക്കൂടുതലിന് വേണ്ടി സമരം ചെയ്യുന്നത് അതിനേക്കാൾ വലിയ സമരപ്രവർത്തനമായിട്ട് ഞങ്ങൾ കരുതുന്നില്ല. മുൻപേ കടന്നുപോയ ആളുകൾ നിർവഹിച്ച ഇവിടെ ഈ തൊഴിലാളികളുടെ മൊത്തം കച്ചവടക്കാർ അല്ലെങ്കിൽ തൊഴിലാളികളുടെ മൊത്തം കുത്തക എന്ന് അവകാശപ്പെടുന്ന 2 ട്രേഡ് യൂണിയനാണല്ലോ CITU യും INTUC യും. അവരുടെ രാഷ്ട്രീയ വ്യത്യാസമൊക്കെ മറന്ന് CITU വിനൊപ്പം ഒരു ഘട്ടം വരെ പ്രത്യക്ഷമായി നിൽക്കുക. ഇപ്പോൾ ഒന്ന് പിന്നോട്ട് പോയിട്ട് അടിസ്ഥാനപരമായി നിങ്ങളുടെ സമരത്തിന് എതിരാണ്. ഇപ്പൊ ആരോഗ്യമന്ത്രിയുമായ ചർച്ചയിൽ പോലും നിങ്ങളെ പിന്നിൽ നിന്ന് കുത്തുകയായിരുന്നു INTUC എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീമതി മിനി, ഇത് ഏതെങ്കിലും തരത്തിൽ സമ്പന്നരായ കുറച്ച് സ്ത്രീകൾ നടത്തുന്ന സമരമല്ല. അന്നന്നത്തെ അന്നത്തിന് വീട് പട്ടിണിയിലായി പോവാതിരിക്കാൻ ആ ദിവസം കഠിനാധ്വാനം ചെയ്ത് കിട്ടുന്ന കൂലി കൊണ്ട് കുടുംബം പോറ്റുന്ന കുറച്ച് സ്ത്രീകളാണ് അവിടെ സമരത്തിൽ. അത് സർക്കാർ നന്നായി അറിയാം, നല്ലവണ്ണം അറിയാം. അപ്പൊ കുറെ അധികം നാൾ നിങ്ങൾ അവിടെ കിടന്നതിന് ശേഷം എഴുന്നേറ്റ് പൊക്കോളും, വേറെ നിവൃത്തിയില്ലാതെ കുടുംബം പട്ടിണിയിലാകുമ്പോൾ എഴുന്നേറ്റ് പൊക്കോളും എന്ന ചിന്ത ഈ സർക്കാരിനുണ്ടോ ശ്രീമതി മിനി? തീർച്ചയായിട്ടും അത് തന്നെയാണ് അവരെ ഭരിക്കുന്നത്, അവരെ നിയന്ത്രിക്കുന്നത് അത് തന്നെയാണ്. കാരണം ഗതികെട്ട് ആളുകൾ എഴുന്നേറ്റ് പോകുമെന്ന് തന്നെയാണ്. പക്ഷേ ഒന്ന് ഗവൺമെൻറ് മനസ്സിലാക്കേണ്ടത്, 18 വർഷം ഗതികെട്ടതിന് ശേഷമാണ് ഇവിടെ ഈ തെരുവിൽ വന്ന് സമരം ചെയ്യുന്നത്. അതിനേക്കാൾ വലിയൊരു ഗതികേട് ഈ സമരമുഖത്തിന് ഉണ്ടാകാനിടയില്ല. എന്ന് മാത്രമല്ല, 18 വർഷം കഷ്ടപ്പെട്ടതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിലാണ് ഇരിക്കുന്നത്. എന്താണ് ആശമാർ പറയുന്നത്? ഞങ്ങൾക്ക് ഇവിടെ വന്നാൽ സമയത്തിന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട്, ഞങ്ങൾക്ക് വിശ്രമം എന്താണെന്ന് അറിയുന്നുണ്ട്. ഈ 18 വർഷക്കാലം ഇല്ലായിരുന്നു. ഇത് പൊതുസമൂഹം പിന്തുണയ്ക്കുകയാണ്, സഹായിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സമരത്തിൻ്റെ ന്യായയുക്തത നിങ്ങൾ ഓർക്കണം. 63 ദിവസം തെരുവിൽ സമരം ചെയ്തിട്ട് ഊർജ്ജമൊട്ടും ചോരാതെ നിൽക്കുന്നു. ഇവിടെ നമ്മൾ ധാരാളം സമരങ്ങൾ കണ്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിമാരെ താഴെ ഇറക്കാൻ വേണ്ടി നടന്ന സമരം 4-ാം ദിവസം കക്കൂസിലെന്ന് പറഞ്ഞ് പോയ ആളുകളാണ് ഈ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ സ്ത്രീകൾ വന്ന് പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ ഇടമില്ലാത്തൊരു സ്ഥലത്ത് വന്നിട്ട് ഈ 63 ദിവസം അതിജീവന സമരം നടത്തുകയാണ്. ഇതൊരു അതിജീവന സമരം. ഇത് കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഒരു അതിജീവന സമരം തന്നെയാണ്. പണിയെടുക്കുന്ന ആളുകൾ പണിക്ക് വേണ്ടിയിട്ട് കൂലി ചോദിച്ചുകൊണ്ട്, അവർ തൊഴിൽ ചോദിച്ചുകൊണ്ട്, ഇപ്പോൾ CPO റാങ്ക് ലിസ്റ്റിലുള്ള പെൺകുട്ടികളടക്കം അവരുടെ ന്യായമായ അവകാശങ്ങൾ ചോദിച്ചുകൊണ്ട് വരുമ്പോൾ അതിനോട് പുറംതിരിഞ്ഞ് നിൽക്കുകയാണ്. ആരാണ്? ഒരു ജനാധിപത്യ രാജ്യം എന്ന് പറയുന്ന അടുത്ത് നമ്മളിത് കാണുകയാണ്. ഇത് ജനങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഇപ്പോ നിങ്ങൾ ഇന്നലെ ചർച്ച നടത്തിയ തൊഴിൽ മന്ത്രി നിങ്ങളോട് അനുഭാവപൂർവ്വം പെരുമാറി എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത്. ചുമ്മാ കേട്ടോ. ഇപ്പോ വി ശിവൻകുട്ടിയുടെ പ്രതികരണം വരുന്നുണ്ട്. ഒരു വിഭാഗം ആശാപ്രവർത്തകരുടെ, ആശാ തൊഴിലാളികളുടെ സമരം രാഷ്ട്രീയ പ്രേരിത മാത്രമാണെന്ന് വി ശിവൻകുട്ടി പറയുകയാണ്. സാംസ്കാരികമായ ഒരു കാര്യം മനസ്സിലാക്കണം. ഏതാണ്? ഇന്നലത്തെ ആ പൗര സദസ്സിനോടുള്ള പ്രതികരണമാണ് കേട്ടോ. സച്ചിദാനന്ദൻ അടക്കമുള്ളവർ പങ്കെടുത്ത പൗര സദസ്സ് പ്രതികരണമാണ്. ആരംഭത്തിൽ ലഭിച്ച ഇൻസെന്റീവ് മാത്രമാണ് ഇപ്പോഴും കേന്ദ്രം. ഇപ്പോൾ നടക്കുന്ന സമരം ചെറിയൊരു വിഭാഗം ആശമാരുടേതാണ്. 26,125 ആശമാരിൽ 99% ഫീൽഡിൽ സേവനത്തിലാണ്. അപ്പോൾ ഈ പഴയ രീതിയിൽ ഇടതുവിരുദ്ധ സമീപനമാണ്. ഇപ്പോ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത അവരുടെ ശതമാനം എത്രയാണ്? പോട്ടെ, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന് രാജ്യത്തുടനീളം കിട്ടിയ വോട്ടിന്റെ ശതമാനം എടുത്താൽ രാജ്യത്ത് ഏതെങ്കിലും പ്രശ്നങ്ങളിൽ ആ പാർട്ടിക്ക് മിണ്ടാൻ അവകാശമുണ്ടോ? അപ്പൊ അങ്ങനെയുള്ള ജനാധിപത്യ വിരുദ്ധ വർത്താനം തൊഴിൽ മന്ത്രി ആവർത്തിച്ചു. ഞാൻ വ്യക്തമായി പറയുകയാണ്, ഈ പറയുന്ന രീതിയിൽ വിമോചന സമരം, ഈ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമി, RSS, SDPI, മഴവിൽ സഖ്യം എന്നൊക്കെ ഈ സമരത്തെ നേരിടാൻ പറയുന്ന ചുമ്മാ പുളുവാക്കുകളാണ്. യഥാർത്ഥ കാരണം എന്താണ്? യഥാർത്ഥ കാരണം കേന്ദ്രം പണം കൊടുക്കാത്ത കാരണം. നിങ്ങൾക്ക് 2000 ഒരു 7,000 10,000 ആക്കി തരാൻ ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല. അതാണ് ഇതിന്റെ ബേസിക് ഫാക്ടർ. ആ കയ്യിൽ പൈസ ഇല്ലാതെ സർക്കാർ തെണ്ടിത്തിരിഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾ എത്ര സമരം നടത്തി എന്ത് കാര്യം ശ്രീമതി മിനി?
ഇവിടെ സർക്കാരിൻ്റെ ഖജനാവിൽ പണമില്ലെന്ന് എങ്ങനെയാണ് നമ്മൾ നിശ്ചയിക്കേണ്ടുന്നത്? ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാരിക്കോരി കൊടുക്കുന്നുണ്ട്. പിന്നെ പണി ചെയ്തിട്ട് കൂലി തരില്ല എന്ന് പറയാൻ ഇവർക്ക് എന്താണ് അവകാശം? ഞാൻ നേരത്തെ പറഞ്ഞു. ഒന്ന്, പ്രേമ പറഞ്ഞ അടിസ്ഥാനപരമായിട്ട് വളരെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ 12 വർഷമായി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു യൂണിയനാണ്. ഞങ്ങളെ സംബന്ധിച്ച് തീർച്ചയായും ഇതൊരു സ്വതന്ത്ര യൂണിയനാണ്. ഏത് ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നു എന്നത് ആ അവകാശങ്ങൾ ചോദിക്കാൻ ഞങ്ങൾക്കൊരു തടസ്സമേ അല്ല. അതാണ് അതിനകത്ത് അടിസ്ഥാന കാര്യം. ഇനി സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് പറയുന്നു. ജനുവരി 20-ാം തീയതി CI2 സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ സമരത്തിൻ്റെ ഡിമാൻഡ് 15,000 രൂപയായി ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നുള്ളതാണ്. അവരെപ്പോഴാണ് അത് വേണ്ടാന്ന് വെച്ച് ഉപേക്ഷിച്ചത്? അപ്പോൾ വളരെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്തൊന്നും യാതൊരു അടിത്തറയില്ല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു സമിതി ഉണ്ടാക്കിയാൽ പരിഹരിക്കാവുന്ന വിഷയമല്ല. ഇവരെന്താ വിചാരിച്ചത്? വലിയ ട്രേഡ് യൂണിയൻ വന്നിരുന്ന് കൈകാര്യം ചെയ്ത് ഒരു സമിതി ഉണ്ടാക്കി കൈ തന്ന പിരിഞ്ഞു പോകുന്ന ആളുകളാണെന്ന് വിചാരിച്ചു. ഇവർക്ക് അവിടെ തെറ്റി. ഇവർ ഹാലിളകുന്നത് അതുകൊണ്ടാണ്. ഈ പ്രേമയാണെങ്കിലും അവരുടെ മറ്റു നേതാക്കളാണെങ്കിലും ശരി തന്നെ ഇത്രയും സ്ത്രീ വിരുദ്ധമായ നിലപാടുകൾ, തൊഴിലാളി വിരുദ്ധമായ നിലപാടുകൾ കൂടെ ഇരിക്കുന്ന നേതാക്കൾ എടുക്കുമ്പോൾ ഇവർക്ക് എന്ത് മറുപടിയാണ് അവരോട് പറയാനുള്ളത്? ഒന്നും പറയുന്നില്ല. അവർ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അറപ്പുളവാക്കുന്ന വാക്കുകൾ സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ ലജ്ജ തോന്നുകയാണ് അവരെ കുറിച്ച്. അവർ ഭരണാനുകൂല സംഘടനയാണ് ശ്രീമതി മിനി. അവർക്ക് ഭരണത്തിൽ അവരുടെ നേതാക്കൾ പറയുന്നതല്ലാതെ തിരിച്ചൊരൊറ്റ വാക്ക് പറയാനുള്ള, പുറത്തെന്ത് പറഞ്ഞാലും അതിൽ നിന്ന് മറിച്ചൊരു വാക്ക് പറയാനുള്ള ശക്തിയൊന്നും ഈ പറഞ്ഞ CI2-നൊക്കെ ഉണ്ട് എന്ന് തെറ്റിദ്ധരിക്കാവോ? ശ്രീമതി പ്രേമയ്ക്കൊക്കെ ഉണ്ട് എന്നങ്ങ് തെറ്റിദ്ധരിക്കാവോ? അവർ അധികാരത്തിന്റെ ഭാഗമാണ്. അധികാരത്തിൽ ഇരിക്കുന്നവർക്ക് മാത്രമേ പറയാൻ കഴിയുള്ളൂ. പോട്ടെ, INTUC അധികാരത്തിന്റെ ഭാഗമല്ലോ. INTUC നിലപാടെന്താണ്? അപ്പൊ പിന്നെ CI2-നെയും പാവം പ്രേമയും കുറ്റം പറയണം. വിട്ടേക്കു, ഞാൻ